Welcome to Lariya Delight all-in-one channel. ധാരാളം മൾട്ടി വൈറ്റമിനുകളും അമിനോ ആസിഡുകളും കാൽഷ്യം, അയൺ, സിങ്ക് ഇവ അടങ്ങിയ മുരിങ്ങയിലയും മുരിങ്ങക്കോലും എല്ലാവർക്കും സുപരിചിതമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഈ മുരിങ്ങയിലയ്ക്ക് മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി ഹൃദയരോഗങ്ങൾ തടയാനും കഴിവുണ്ട്. അതുമാത്രമല്ല, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് പ്രമേഹം നിയന്ത്രിക്കാനും മുരിങ്ങയില ഉത്തമമാണ്. പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ പ്രമേഹത്തെക്കുറിച്ചൊരു ഗൃഹവൈദ്യത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് വളരെയധികം പ്രയോജനകരമാണ്. ഞങ്ങൾ 2019 തൊട്ട് അത് ഉപയോഗിക്കുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മുരിങ്ങയില ഉപയോഗിച്ച് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഈ മുരിങ്ങയുടെ ഗുണങ്ങൾ, ഈ മുരിങ്ങയില എങ്ങനെയാണ് ഏറ്റവും ലളിതവും എളുപ്പവുമായ രീതിയിൽ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതും നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോർമൽ ഡയറ്റിൽ മിക്സ് ചെയ്യുന്ന പല പോഷക ഗുണങ്ങൾ കൊണ്ടും സമ്പന്നമാണ് മുരിങ്ങ. മഴക്കാലത്ത് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ലഭ്യമാക്കാൻ മുരിങ്ങയില ഉണക്കി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. മുരിങ്ങയില ഉണക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുരിങ്ങയില നല്ല ഫ്രഷ് ആയിരിക്കണം. ആ ഫ്രഷായ മുരിങ്ങയില 2-3 നീര് വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. കഴുകിയ ശേഷം നേരിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത്, ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത്, ഇങ്ങനെ ആഴമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ട് അത് 2-3 ദിവസത്തിനുള്ളിൽ അത് നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ്. ഉണങ്ങി കിട്ടുന്ന വേഗത ആ സ്ഥലങ്ങളിലെ ഈറപ്പദത്തെ ആശ്രയിച്ചിരിക്കും. ഇങ്ങനെ ഉണങ്ങി കിട്ടിയ ഈ മുരിങ്ങയിലകൾ ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടണം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കരുത്. സാധാരണ ഒരു 3 ദിവസത്തിലേക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. എന്തിനാണ് നമ്മളിങ്ങനെ മുരിങ്ങ ഉണക്കുന്നതെന്ന് ചോദിച്ചാൽ, മഴക്കാലത്ത് മുരിങ്ങയുടെ തണ്ടിലൊരു പോയ്സൺ ഉണ്ട്. ആ പോയ്സൺ ഇലകളിലേക്ക് ലീക്ക് ചെയ്ത് ആ മുരിങ്ങയിലേക്ക് കയ്പും അത് നമുക്ക് ശരീരത്തിന് ദോഷകരവും ആയിത്തീരും. അതുകൊണ്ടാണ് കർക്കിടത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് പറയുന്നത്. ചെറിയ മഴയ്ക്കൊന്നും പ്രശ്നമില്ല കേട്ടോ, തോരാണ്ട് മഴ പെയ്യണം. അപ്പോഴാണ് അത് ഇങ്ങനെ തണ്ടിലുള്ള ആ പോയ്സൺ ഇങ്ങനെ ഇലയിലേക്ക് ലീക്ക് ചെയ്യാം. നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ആ ഇലകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉരിഞ്ഞ് എടുക്കാം. ഈ ഉരിഞ്ഞ് നമ്മളിങ്ങനെ എടുക്കുന്ന ഇലകൾ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ഉരിഞ്ഞാൽ മതി കേട്ടോ. ആ ഉരിഞ്ഞെടുക്കുന്ന ഇലകൾ പെട്ടെന്ന് ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണക്കാനായിട്ട്. ഈ ഉരിഞ്ഞെടുക്കുന്ന ഇലകൾ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് അടച്ച് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഈ നമ്മളിങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുന്ന മുരിങ്ങയില ഒരിക്കലും റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ഇങ്ങനെ ഉണക്കിയെടുത്ത ഇല മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് ഏതെങ്കിലും സ്മൂത്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോഴോ അതിലൊരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. പോഷകഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭ്യമാവും. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ സാധാരണ ചായക്ക് എടുക്കുന്ന 1 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കുക. വെള്ളം നന്നായി തിളച്ച ശേഷം നമ്മൾ ഈ മുരിങ്ങ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ആ ഞാരുകളൊക്കെ ഒന്ന് പറക്കി കളഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് ഈ മുരിങ്ങയില വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇടുക. ഇട്ട ശേഷം 3 to 5 minutes തിളപ്പിക്കുക. അതിലും കൂടുതൽ തിളപ്പിച്ചാൽ പോഷകഗുണങ്ങൾ നഷ്ടമാകും. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത ഈ മുരിങ്ങയില നമുക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചിയോ ഇത്തിരി തേനോ അല്ലെങ്കിൽ ശർക്കരയോ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്താൽ അത് നല്ല രുചികരമായ ചായയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ചായയ്ക്ക് നമ്മളെടുത്തത് 1 പിടി മുരിങ്ങയിലയാണ്. പോഷകഗുണങ്ങളുള്ള ചായ. ഈ എപ്പിസോഡിൻ്റെ പൂർണ്ണമാകുന്നു. എന്നാൽ മുരിങ്ങയെക്കുറിച്ചുള്ള പുതിയ ഡിഷുകളുമായി പുതിയ വിവരങ്ങളുമായി നമ്മൾ ഇനിയും എപ്പിസോഡുകൾ ഇടുന്നതാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു.